ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ. അപ്പോൾ എല്ലാവരും ഞാൻ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ കൂടി ഇടാൻ. അപ്പം നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പിന്നെ എങ്ങോട്ടും പോവാത്തതുകൊണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഫേസിൽ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും കിടക്കാൻ പോണേമ്പോൾ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് വന്നിക്കുവാണ്. അപ്പം അതിന് മുമ്പ് ഇതാ സ്കിന്നൊക്കെ ഒന്ന് നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്ലൻസർ ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്തു. അതിൻ്റെ ശേഷം ഡോട്ട് കീയുടെ ഇത് എന്താ പറയുക, അതിന് നോക്കട്ടെ ഒരു മിനിറ്റ്. ടോണർ, ഡോട്ട് കീൻ്റെ ടോണർ. ഓക്കെ, ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. കുറച്ചിങ്ങനെ കയ്യിലെടുത്തിട്ട് ആക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും സ്പ്രേ പോലുള്ള ആ ബോട്ടിലാണെങ്കിൽ ഒന്നും കൂടി നന്നായനെ. നമുക്കിങ്ങനെ ഫുള്ളായിട്ട് അങ്ങോട്ട് തേച്ചുകൊണ്ട് കൊടുക്കാം ഗൈസ്. കുറച്ച് ബാക്കിയോട്ട് കുറച്ചും കൂടി തേച്ച് കൊടുക്കാം. രാത്രി കിടക്കല്ലേ, കുറച്ച് കണ്ട് ഇരുന്നാട്ടേണം. അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ അങ്ങനെയാണ് ഗൈസ്. എനിക്കെന്തോ മറവിൻ്റെ അസുഖം ഉണ്ട് തോന്നുന്നു. വേഗം എല്ലാം മറന്നു പോകണം, എന്താണെന്നറിയില്ല. പിന്നെ എല്ലാവർക്കും ഈ ശീലം ഉണ്ടോയെന്നറിയില്ല. ഫേസിലിട്ടതിന് ശേഷം ഇങ്ങനെ കയ്യിലൊക്കെ ഒന്ന് ഇങ്ങനെ അപ്ലൈ ആക്കി കൊടുക്കുന്ന ശീലം ആർക്കുണ്ടോ? എനിക്കുണ്ട് കേട്ടോ. ശേഷം ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ഒരു ലിക്വിഡാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പം അത് കുറച്ചിങ്ങനെ ഇനി കയ്യിലിങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ വെള്ളം പോലുള്ളൊരു ലിക്വിഡാണിത്. അപ്പം ഇതും കൂടി ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇത് ഇടുമ്പോൾ കുറച്ചുകൊണ്ട് സ്കിന്നൊന്ന് നീറ്റൽ പോലെ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, നല്ലൊരു പ്രൊഡക്റ്റാണ്. കണ്ണിൻ്റെ ഇടയ്ക്കൊന്നാക്കി കൊടുക്കാം. അങ്ങനെ അതും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പം നെക്സ്റ്റ് ഞാനൊരു സെറാണ് ഇടാൻ പോണത്. സെറം ഇടുന്നതിന് മുമ്പ് ഞാൻ ഈ പിമ്പിൾസ് മാർക്ക് ഇടാൻ വിചാരിച്ചു. പക്ഷേ സെറം ആണ് ഞാൻ ഇടാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് പിമ്പിൾ മാർക്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് എടുത്തിട്ടുണ്ട്. വൈറ്റമിൻ സി സെറാണ്, മിനിമലിസ്റ്റിൻ്റെയാണ്. അപ്ലൈ ചെയ്യണോ ഉമ്മ? പിന്നെ വരി ഉമ്മ എന്നതാ വീഡിയോ എടുക്കണ കാര്യം മറട്ടില്ല തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വൈറ്റമിൻ സി സെറം. അതിന് ശേഷം നമുക്ക് ആക്നിയുടെ ജെല്ല്. ഇത് നല്ലതാണ് പിമ്പിൾസ് മാർക്സ് ഒക്കെ പോവാനും പിമ്പിൾസ് പോകാനും നല്ലതാണ്. ഇതുണ്ടോ ഫെയ്ഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഷെയ്ഡ് മീൻസ് പിമ്പിൾസ് വന്നാൽ മാർക്സ് ഫെയ്ഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയ്യോ, തീരാനായി തോന്നുന്നു. കുറച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാം. ഞാൻ കുറച്ച് മൂക്കിനവിടെ തേച്ച് കൊടുക്കാം. കാരണം എൻ്റെ അവിടെ കുറച്ച് എനിക്കില്ലേ മൂക്കിൻ്റെ അവിടെ ഇവിടെയാണ് അധികം കുരു വരുന്നത്. എന്താണെന്ന് അറിയില്ല കേട്ടോ. എന്തെങ്കിലും ആകുമ്പോൾ അവിടെയാണ് കുരു വരുന്നത്. അപ്പം അതും ചെയ്ത് കൊടുത്തു. അതിൻ്റെ ശേഷം ഞാനിതേ എന്താ പറയുക, നയാസിനമൈഡിൻ്റെ ഇതൊരു ഫുൾ ജെല്ലാണ്. അത് പറഞ്ഞാൽ ഫുൾ അങ്ങോട്ട് ഫേസിലാണ്ട് ഒരു ആക്നിയും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ അങ്ങോട്ട് മാറും. ഓയിൽ ഫ്രീ ആവും. നമ്മൾ ഓയിൽ സ്കിന്നുകാർക്ക് ബെസ്റ്റ് പ്രൊഡക്റ്റ്. അപ്പം അതും കൂടി ഫേസിൽ അപ്ലൈ ചെയ്തു. അങ്ങനെ ഫേസിൽ അതും കൂടി അപ്ലൈ ചെയ്തു. എന്നിട്ടാണ് നമ്മുടെ മെയിൻ താരം. ഇതൊന്ന് ഉണങ്ങട്ടെ കേട്ടോ. ഒരു കുറച്ച് നേരം ഇതൊന്ന് ഉണങ്ങട്ടെ. സ്വല്പം നേരത്തിന് ശേഷം നമ്മുടെ ഫേസിലുള്ളതൊക്കെ ഉണങ്ങിയതിൻ്റെ ശേഷം ഞാൻ നെക്സ്റ്റ് എടുത്തതാണ് നമ്മുടെ താരം. എൻ്റെ സ്കിന്നിനെ പകുതിയും ഇങ്ങനെ ക്ലീൻ ആൻഡ് ഫ്രഷ് ലുക്കിലേക്ക് കൊണ്ടുവരാൻ എന്നെ ഏറ്റവും സഹായിച്ച ഒരു ഇതാണ് സെറ്റാഫിൽസിൻ്റെ നൈറ്റ് ക്രീം. ബൾത്ത് പെപ്പാറിൻ്റെ ക്രീമല്ല ഗൈസ്, ഇതൊരു നൈറ്റ് ക്രീമാണ്. ഐ മീൻ തുറക്കാൻ പറ്റുന്നല്ല. തീരാനായി ഗൈസ്. എന്തായാലും കുറച്ചുള്ളതുകൊണ്ടോ വൈറ്റാണ്. തീരാനായി ഏകദേശം. കുറച്ചുകൊണ്ട് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതില്ലേ എല്ലാവരും അത് പറഞ്ഞാൽ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് സ്കിന്ന് ഡള്ളാക്കും. അതിന് ശേഷം നമ്മുടെ സ്കിന്നിനെ അങ്ങോട്ട് പൊലിപ്പിക്കും. യൂസ് ചെയ്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അവൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അവൾക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അവൾ ഫസ്റ്റൊക്കെ ഞാൻ കറുക്കണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് അവളുടെ സ്കിന്നിൽ നന്നായിട്ട് ഗ്ലോ അപ്പോഴേ തോന്നി തുടങ്ങി. പക്ഷെ അവൾക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ഇപ്പൊക്കെ നോക്കണു അവളുടെ ഡെഡ് സ്കിന്നൊക്കെ പോയി. സ്കിന്ന് ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്മൂത്ത്. നല്ല ഇങ്ങനെ
പ്ലംപി ലുക്കിൽ നല്ല രസമുണ്ടെന്ന് അവളെ കാണാൻ. ജിമ്മിൽ വെച്ച് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. സെബ്ല ബബ്ലിസ് എൻ്റെ ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നൈറ്റ് ക്രീം അത്യാവശ്യത്തിനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നൈറ്റ് ക്രീം അപ്ലൈ ചെയ്തു. കുറച്ച് ഞാൻ കാലം കൂടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തു. അതിൻ്റെ ശേഷം ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ സാധനമാണ്, നിവ്യയുടെ ബ്രൈറ്റനിങ് നാച്ചുറൽ ഗ്ലോ വരുത്തുന്ന ലോഷൻ. ടാൻ അടിച്ചാൽ മാറാൻ നല്ലതാട്ടോ. ഇത് കുറച്ച് അധികം ഞാൻ എടുക്കുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം ലോഷൻ അത്യാവശ്യമാണ്. ഇപ്പം ഇതിങ്ങനെ അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് കൊടുക്കുക. അപ്പം അതിങ്ങനെ തേച്ച് കൊടുത്ത് പറഞ്ഞാൽ ഇതിങ്ങനത്തെ രീതിയിൽ നിൽക്കും, നന്നായിട്ട് മോയ്സ്ചറൈസറായി നിൽക്കും ചെയ്യും. ലോഷനൊക്കെ അത്യാവശ്യമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു പറഞ്ഞാൽ നല്ലതുമാണ്. അങ്ങനെ ഇതേ നമ്മുടെ സ്കിൻ കെയർ, നൈറ്റ് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. അതിൻ്റെ ചൂടെടുത്തൊക്കെ ഞാൻ വിയർത്തു. കാരണം ഫാൻ ഇടാൻ പറ്റില്ല, ഫാനിട്ട സൗണ്ട് കേൾക്കില്ല. അപ്പോൾ ഞാൻ ചൂടൊക്കെ എടുത്ത് വിയർത്തിട്ടിരിക്കുകയാണ് ഗൈസ്. എന്തായാലും അതിൻ്റെ ഉള്ളിൽ സ്കിൻ കെയറും കൂടി ആയതുകൊണ്ട് ഒന്നും കൂടി ഓയിലി ആയിട്ടുണ്ട് ഫേസ് കാണാൻ. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ലിപ് ബാം മറന്നൂല്ലേ, ഇത് ലിപ് ബാം ഇതും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ലിപ് ബാം എന്താ പറയുക, കുഴപ്പമില്ല, ഓക്കെ പ്രൊഡക്റ്റാണ്. മോർണിംഗ് അടിക്കുമ്പോൾ ഷെണ്ട് കുറച്ച് പിങ്കാവും, പക്ഷെ വാഷ് ചെയ്തതിന് അത് പോകുന്നുണ്ട്. പക്ഷെ നല്ല ലിപ്പ്, ഞാൻ യൂണിവേഴ്സിറ്റിൻ്റെ ലിപ് ബാം യൂസ് ചെയ്തത് ഒന്നും എനിക്ക് ലിപ് ബാം എന്തോ ചേർന്നില്ല. പിന്നെ ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ലിപ് ബാം, അത് കഴിഞ്ഞു ഗൈസ്. അത് കുറച്ച് പ്രൊഡക്ട്സും കൂടി ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാം. അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടുതരാം കേട്ടോ. ലിപ് ബാമിൻ്റെ നാച്ചുറൽ ഹോം മെയ്ഡ് ലിപ് ബാം. അതിന് ലിപ്സിന് ഇതും കൂടി അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ സ്കിൻ കെയർ റൂട്ടീൻ കംപ്ലീറ്റ്. അപ്പം നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യും. ഓക്കെ, ബൈ ഗൈസ്.